ഈ കൊച്ചു കാമാക്ഷി പഠനത്തിൽ കടന്നു വന്ന് വിദ്യാസമ്പന്നരും പ്രബുദ്ധരുമായ ദേശനിവാസികളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഈ സുവിശേഷ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നതിൽ ഞങ്ങൾ അത്യധികം സന്തോഷമുള്ളവരാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഈ ഇടുക്കി ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ സുവിശേഷ സന്ദേശങ്ങൾ പങ്കുവെച്ചു വരുവാൻ എഴുകുംവയലിലുള്ള IPC പെനിയേൽ വർഷിപ്പ് സെന്ററിനോടനുബന്ധിച്ച് പാലക്കാടിൽ നിന്നും ഞങ്ങൾക്കും കടന്നു വന്ന് അനേക ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ സന്ദേശങ്ങൾ പങ്കുവയ്ക്കുവാനിടയായതിൽ ഞങ്ങൾ അത്യധികമായി സന്തോഷിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാമിന്റെ സമാപന സന്ദേശം എന്ന നിലയിൽ ഈ കൊച്ചു കാമാക്ഷി പഠനത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എനിക്കറിയാം നിരവധി പ്രാവശ്യം സുവിശേഷ വചനങ്ങൾ ഈ കൊച്ചു കാമാക്ഷിയിൽ അലതള്ളിയിട്ടുള്ളതാണ്. നിങ്ങളുടെ കാതുകളിൽ നിങ്ങൾ ശ്രവിച്ചിട്ടുള്ളതാണ്. സുവിശേഷം ഇവിടെ ആദ്യമായിട്ട് എത്തുന്നതല്ല എന്ന് നല്ലവണ്ണം എനിക്കറിയാം. പക്ഷെ പിന്നെയും ഈ സുവിശേഷത്തിന്റെ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ദൈവത്തിന് നമ്മളെ കുറിച്ച് വലിയ പ്രതീക്ഷകളുണ്ട്, സ്നേഹമുണ്ട്. ആ ദൈവത്തിന്റെ സ്നേഹമാണ് വീണ്ടും വീണ്ടും ഞങ്ങളെ നിങ്ങളുടെ മുമ്പിൽ ഈ സന്ദേശങ്ങൾ പങ്കുവയ്ക്കാൻ, ഉദ്ദീപിപ്പിക്കുവാൻ, പ്രചോദിപ്പിക്കുവാൻ തക്കവണ്ണം, ഉത്സാഹിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. ഇന്ന് രാത്രിയിൽ വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദവാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രഭാഷണത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് വേദപുസ്തകത്തിൽ എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഞാൻ ആ വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ചു കേൾപ്പിക്കാം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നു. ഈ അണ്ഡകടാകങ്ങളെ മുഴുവൻ ഉണ്ടാകട്ടെ എന്നുള്ള ശബ്ദത്താൽ ഉളവാക്കിയ ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായിരിക്കുന്ന മനുഷ്യനെ, ദൈവത്തിന്റെ കരാങ്കുലിയിൽ മനുഷ്യനെ മണ്ണിൽ നിന്നും രൂപപ്പെടുത്തി ദൈവത്തിന്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച ദൈവം മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, മനുഷ്യനായി തീരുവാൻ ഇടയായി തീർന്നു. ഈ ഭൂലോകത്തിലെങ്ങും കുടിയിരിപ്പാൻ ഏക മനുഷ്യനിൽ നിന്നും മനുഷ്യജാതിയെ മുഴുവൻ ദൈവം രൂപപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ലോകത്തിലുള്ള സകല ചരാചരങ്ങളെയും, ലോകത്തിലുള്ള സകല സൃഷ്ടിജാലങ്ങളെയും ദൈവം ഉണ്ടാകട്ടെ എന്നുള്ള ദൈവത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട ശബ്ദത്താൽ ഉളവാക്കുവാൻ ഇടയായി തീർന്നു. എന്നാൽ ദൈവം തന്റെ സദൃശത്തിലും സ്വരൂപത്തിലും മനുഷ്യരായ നമ്മളെ സൃഷ്ടിക്കുമ്പോൾ നിലത്തെ മണ്ണിൽ നിന്നും മനുഷ്യനെ രൂപപ്പെടുത്തിയെന്നും ദൈവത്തിന്റെ ജീവശ്വാസം മനുഷ്യനിൽ ഊതിയെന്നും അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു, മനുഷ്യനായി തീർന്നു എന്നും വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. എന്നാൽ ശാസ്ത്രയുഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടുപിടുത്തങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലത്ത് നമുക്കറിയാം, അനേക പരിണാമ സിദ്ധാന്തങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. മനുഷ്യൻ മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കുരങ്ങിൽ നിന്നും രൂപാന്തരപ്പെട്ടതാണ് എന്ന് ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പല കാലങ്ങളിൽ മനുഷ്യനെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. പലരും അത് വിശ്വസിക്കുവാൻ പലരും ഇടയായി തീർന്നു. എന്നാൽ ഈ കൊച്ചു കാമാക്ഷിയിൽ ഞാൻ ഓർപ്പിക്കുന്നത്, മനുഷ്യൻ ഒരു മൃഗങ്ങളിൽ നിന്നും രൂപപ്പെട്ടതല്ല. കാരണം ഇന്നുവരെയും ഒരു കുരങ്ങും, നമ്മുടെ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ ലോകത്ത് കുരങ്ങുകൾ പല വർഗങ്ങളിൽപ്പെട്ട കുരങ്ങുകളെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്.
പക്ഷെ ഇന്നും എനിക്ക് 52 വയസ്സുണ്ട്. എന്നേക്കാൾ പ്രായമുള്ള 80ഉം 90ഉം വയസ്സുള്ള അപ്പച്ചന്മാർ ഈ കൊച്ചു കാമാക്ഷിയിലുണ്ട്. പക്ഷേ നമ്മൾ ജനിച്ചതിന് ശേഷം ഇത്രയും കാലങ്ങളായിട്ടും ഒരു കുരങ്ങും മനുഷ്യനായി മാറിയത് നമ്മൾ ആരും കണ്ടിട്ടില്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം തന്റെ സദൃശത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം മനുഷ്യനിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഊതി, ആ പരിശുദ്ധാത്മാവിനെ മനുഷ്യന്റെ ഉള്ളിൽ ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അതുകൊണ്ടാണ് മനുഷ്യനെന്ന് സംസാരിക്കുവാനിടയായി തീരുന്നത്, നമ്മൾ കാണുവാനിടയായി തീരുന്നത്, നമ്മുടെ കാലുകൊണ്ട് ചലിക്കുവാനും നമ്മുടെ വായ കൊണ്ട് സംസാരിക്കുവാനും നമുക്കിടയായി തീരുന്നതിന്റെ കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വിലയേറിയ ഒരു ഘടകം എന്ന് പറയുന്നത് മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. മനുഷ്യനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. മനുഷ്യനെ ദൈവം ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങളാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഭൂമിയിലുള്ള സകല മനുഷ്യരും, ഏത് ഭാഷ സംസാരിക്കുന്നവൻ ആണെങ്കിലും, ഏത് കളറുള്ള വ്യക്തിയാണെങ്കിലും, എത്ര ഡിഗ്രി ഉള്ളവരും ഇല്ലാത്തവരുമാണെങ്കിലും, ദരിദ്രനോ ധനവാനോ പാവപ്പെട്ടവനോ കറുത്തവനോ വെളുത്തവനോ ചെറിയവനോ വലിയവനോ ആണോ പെണ്ണോ ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും ദൈവത്തിന്റെ കരങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. പ്രിയരെ, മനുഷ്യരാണ് ജാതിയും മതവും ഒക്കെ ഈ ഭൂമിയിൽ വേർതിരിക്കുവാൻ തക്കവണ്ണമിടയായി തീരുന്നത്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ ഇന്ന് ആക്രമണങ്ങളും ബോംബിടികളും കൊല്ലും കൊലയും അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ സത്യാന്വേഷികളായിരിക്കുന്ന പലരും കണ്ടുപിടിച്ചു, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. യേശുദാസ്, നമ്മുടെ ഗാനഗന്ധർവനാകുന്ന യേശുദാസ് കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ പാട്ടുകളിലൂടെ പാടുവാൻ ഇടയായി തീർന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. മതങ്ങളും മനുഷ്യനും കൂടെ ദൈവങ്ങളെ പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെക്കുവാനിടയായി തീരുന്നു. അപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യന് ദൈവത്തെ ഒരിക്കലും സൃഷ്ടിക്കാൻ കഴിയത്തില്ല, ദൈവത്തിന് മനുഷ്യനെ സൃഷ്ടിക്കുവാൻ കഴിയും. നമ്മുടെ മഹാനായ ശ്രീനാരായണ ഗുരുവറുകൾ പറഞ്ഞ പദം ഇങ്ങനെയാണ്: ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് മതമേതായിരുന്നാലും മനുഷ്യൻ നന്നായാൽ മതി. അദ്ദേഹം പറഞ്ഞ സതുവചനങ്ങൾ അങ്ങനെയാണല്ലോ. ഏത് ജാതിയിൽപ്പെട്ടവനാണെങ്കിലും മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നുള്ളത്. ഇപ്പോൾ മതമേതായിരുന്നാലും മനുഷ്യൻ നന്നായാൽ മതി. ഇപ്പോൾ മനുഷ്യന്റെ സ്വഭാവത്തിനാണ് രൂപാന്തരം വരവാൻ ഇടയായി തീരേണ്ടത്. ഞാനിങ്ങനെ പഴഞ്ചൊല്ല് വായിച്ചിട്ടുണ്ട്: പണം നഷ്ടമായാൽ ഒരു മനുഷ്യന് ഒന്നും നഷ്ടമാകാനില്ല. പക്ഷെ ആരോഗ്യം നഷ്ടമായാൽ ആ മനുഷ്യന് ഒരു അംശം നഷ്ടമാകുവാനിടയായി തീരുന്നു. പക്ഷെ സ്വഭാവം നഷ്ടപ്പെട്ടാല് ആ മനുഷ്യന് ഭൂമിയിൽ സകലതും നഷ്ടപ്പെടുവാനിടയായി തീരുന്നു. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രിയാണെങ്കിലും നമ്മുടെ ജില്ലാ കളക്ടറാണെങ്കിലും ഈ സമൂഹത്തിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും വ്യക്തികളാണെങ്കിലും നമ്മുടെ ഈ കൊച്ചു കാമാക്ഷയിലൂടെ 10 ദിവസം കള്ളു കുടിച്ച് ലഹരികൾക്ക് അടിമപ്പെട്ട് സുബോധമില്ലാത്തവനായി ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് കണ്ടാൽ നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കത്തില്ല. അദ്ദേഹം ഒരുപക്ഷെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷേ കാരണം എന്താ? അദ്ദേഹത്തിന് വരുന്ന ഒരു പേര് കള്ളുകുടിയനെന്നാണ്. അപ്പോൾ മനുഷ്യന്റെ സ്വഭാവം നഷ്ടപ്പെട്ടാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ സകലതും നഷ്ടപ്പെടുവാനിടയായി തീരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ സ്വഭാവത്തിനാണ് മാറ്റം വരുവാനിടയായി തീരേണ്ടത്. അതുകൊണ്ട് ഞാൻ വായിച്ച വാക്യത്തിന്റെ ആത്മീയ സന്ദേശം ഇതാണ്: ഒരിക്കൽ മരിക്കുകയും ന്യായവിധിയും അത് മനുഷ്യർക്കായിട്ട് ദൈവം നിയമിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളാണ് ഞാൻ നിങ്ങളോട് വിളിച്ച് അറിയിക്കുവാനിടയായി തീരുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വിലയില്ലാത്തവരെന്ന് തോന്നിയാലും ദൈവത്തിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും വിലയുള്ളവരാണ്. വേദപുസ്തകം 43-ാം അധ്യായം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനെ നോക്കി സർവശക്തനായ ദൈവം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്, ഞാൻ നിന്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. നീ വെള്ളത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാൽ ആ നദി നിന്നെ മുക്കിക്കളയുകയില്ല. നീ തീയിലൂടെ നടക്കേണ്ടി വന്നാൽ അഗ്നി നിന്നെ ദഹിപ്പിച്ചു കളയത്തില്ല. കാരണം നീ എനിക്ക് വിലയേറിയവനാണ്, നീ എനിക്ക് മാന്യനാണ്. അപ്പൊ ഞാനും നിങ്ങളും മറ്റുള്ളവരുടെ മുമ്പിൽ, കുടുംബക്കാരുടെ മുമ്പിൽ, ചാർച്ചക്കാരുടെ മുമ്പിൽ, സമുദായക്കാരുടെ
മനുഷ്യരുടെ മുമ്പിൽ വിലയില്ലാത്തവരെന്ന് തോന്നിയാലും, മറ്റുള്ളവരെ പോൽ ഡിഗ്രികളോ ബാങ്ക് ബാലൻസുകളോ കളറുകളോ ഒരുപക്ഷെ പാരമ്പര്യമോ നമുക്കില്ലെങ്കിലും, ഒരുപക്ഷെ മറ്റുള്ള മുമ്പിൽ നമ്മൾ തള്ളപ്പെടുന്നവരാണെങ്കിലും, നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും വിലയുള്ളവരാണ്, ഞാനും നിങ്ങളും ശ്രേഷ്ഠരാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഇത് മറന്നു പോകുന്നത് കൊണ്ടാണ് പലരും നാട് വിട്ടു പോയാൽ പ്രശ്നത്തിന് പരിഹാരം വരുമെന്ന് വിചാരിച്ച് വീട് വിട്ടിറങ്ങി നാട് വിട്ടു പോകുന്നതും, ഒരു പുരുഷത്തിന്റെ മുമ്പിൽ, ഓടുന്ന വാഹനത്തിന്റെ മുമ്പിൽ, ഒരു കാൻ കയറിന്റെ മുമ്പിൽ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്ന ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നതിന്റെ കാരണം മനുഷ്യന് പലപ്പോഴും ലക്ഷ്യബോധം നഷ്ടപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ജീവിതത്തിന്റെ മൂല്യതകളെ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടല്ലേ മനുഷ്യൻ ഒരു കാൻ കയറിന്റെ മുമ്പിലും, ഓടുന്ന വാഹനത്തിന്റെ മുമ്പിലും, ഒരു കുപ്പി വിഷത്തിന്റെ മുമ്പിലും ജീവിതം അവസാനിപ്പിക്കുന്ന ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രിയരെ, ഞാനും നിങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ വിലയേറിയവരാണെന്നും ദൈവത്തിന്റെ സൃഷ്ടിയുടെ മകുടമായ സൃഷ്ടിപ്പാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീരുന്നു. അതുകൊണ്ട് വേദപുസ്തകത്തിൽ നാം വായിച്ചത് ഇങ്ങനെയാണ്: ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്: മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനായി തീരുന്നു. മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി തീരുന്നു. ഇപ്പൊ ദൈവം മനുഷ്യനെ മാന്യതയുള്ളവനായിട്ടാണ് സൃഷ്ടിച്ചത്. ബഹുമാനമുള്ളവനായി, സ്വാതന്ത്ര്യമുള്ളവനായി, തേജസ്സുള്ളവനായി, നിഷ്ഠാപയുഗത്തിൽ നിത്യതയുള്ളവനായി, പരിശുദ്ധനായി മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ മാനത്തോടെ ഇരിക്കേണ്ട മനുഷ്യൻ വിവേകഹീനനായി തീരുന്നത് എങ്ങനെയാണ്? നമുക്കറിയാം, ഇന്ന് നമ്മുടെ കാട്ടിലും നാട്ടിലുമൊക്കെ അനേക മൃഗങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആനയും കരടിയും സിംഹവും പുലിയുടെയൊക്കെ വാർത്തകൾ ഇന്ന് പ്രസിദ്ധി ആർജിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിലാണ് ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുന്നത്. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കൂ, ഏതെങ്കിലും ഒരു സിംഹം, ഏതെങ്കിലും ഒരു കടുവ, ഏതെങ്കിലും ഒരു പുലി, ഏതെങ്കിലും ഒരു ജീവിയാകട്ടെ, ഏതെങ്കിലും ഒരു കാര്യത്തിനു വേണ്ടി തന്റെ ഇരയെ തേടി ഒരു പ്രാവശ്യം അതിനെ പിൻപറ്റി, പക്ഷെ ഇരയെ കിട്ടിയില്ല. രണ്ടാമത്തെ പ്രാവശ്യം പിൻപറ്റി, കിട്ടിയില്ല. മൂന്നാമത്തെ പ്രാവശ്യം പിൻപറ്റി, കിട്ടിയില്ല. പക്ഷെ നാലാമത്തെ പ്രാവശ്യം എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ജീവികൾ, ഏതെങ്കിലും മൃഗങ്ങൾ, ഏതെങ്കിലും കരടികൾ, ഏതെങ്കിലും കടുവകൾ ആത്മഹത്യ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കിക്ക്, കടഭാരം നിമിത്തം ഭാര്യയ്ക്കും ഭർത്താവിനും വിഷം കൊടുത്ത് ആത്മഹത്യ ചെയ്യുന്ന ഭർത്താവിന്റെ വാർത്തകളും, കണ്ണൂരിലെ ADM എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഭരണാധികാരി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തു. ADM എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ജില്ലാ കളക്ടറാണ്. അദ്ദേഹം എന്തിനാ ആത്മഹത്യ ചെയ്തത്? 4 ലക്ഷം ശമ്പളം അദ്ദേഹത്തിനുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല അധികാരമുണ്ട്. എന്നാൽ അദ്ദേഹം എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? അദ്ദേഹം ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള നിരാശയാണ്, അസമാധാനമാണ് അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുവാനിടയായി തീരുന്നത്. 10ാം ക്ലാസ്സിലും +2-ലും ഒരു മാർക്കിൽ പരാജയപ്പെട്ടാൽ, ഇനി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഒന്ന് സഹായിച്ചാൽ, മക്കളെ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഒരു സ്കൂളിൽ ഒരു സംഭവം നടന്നു. ഒരു അധ്യാപകൻ ഒരു സ്റ്റുഡൻസിന്, ഒരു വിദ്യാർത്ഥിയുടെ ഫോൺ മേടിച്ചു വെക്കുവാനിടയായി തീർന്നു. അധ്യാപകനെ പള്ളു പറഞ്ഞ, അധ്യാപകനെ തെറി പറഞ്ഞ, അധ്യാപകനോട് ക്രുദ്ധിച്ചതായ, അധ്യാപകനെ കൊന്നുകളയുമെന്ന് പറഞ്ഞ ആ വിദ്യാർത്ഥിയുടെ രോക്ഷം നമ്മൾ മീഡിയകളിൽ കേൾക്കുവാനിടയായി തീർന്നു. അപ്പൊ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പല രീതികളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നു. എന്നാൽ പ്രിയരെ, ആത്മഹത്യ പാപമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ കവലകൾ തോറും ഘോരഘോരം പ്രസംഗിക്കുവാനിടയായി തീരുന്നത്. ആത്മഹത്യ പാപമാണ്. ആത്മഹത്യ കണക്ക് കൊടുക്കേണ്ടതാണ്. ദൈവത്തോട് നമ്മൾ കണക്ക് കൊടുക്കണം. ആ ന്യായവിധിയുടെ മുമ്പിൽ ഞാനും നിങ്ങളും നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവം മനുഷ്യന് ഉത്തരവാദിത്വങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏദൻ തോട്ടം എന്ന് പറയുന്ന തോട്ടത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ആണും പെണ്ണുമായ മനുഷ്യരെ കുടുംബമാക്കി ആ തോട്ടത്തിൽ വേല ചെയ്യുവാനും തോട്ടത്തെ സംരക്ഷിക്കുവാനും ദൈവം തോട്ടത്തിൽ മനുഷ്യനെ ആക്കി വെച്ചു. പക്ഷേ ദൈവം തോട്ടത്തിൽ മനുഷ്യന് നിയമവ്യവസ്ഥകൾ കൊടുത്തു. ദൈവം മനുഷ്യനോട് പറഞ്ഞു, തോട്ടത്തിലുള്ളതെല്ലാം ആവശ്യം പോലെ നിനക്ക് പറിച്ചു ഭക്ഷിക്കുവാനും കുടിക്കുവാനും തിന്നുവാനുമുള്ളതൊക്കെ ഈ തോട്ടത്തിലുണ്ട്. പക്ഷേ തോട്ടത്തിൽ
തോട്ടത്തിന്റെ നടുവിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്, അത് നിനക്കുള്ളതല്ല, നീ അതിൽ നിന്നും പറിച്ചു തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അപ്പൊ ദൈവത്തിന്റെ നിയമവ്യവസ്ഥകളെ തെറ്റിച്ചതിന്റെ അനന്തരഫലമായി മനുഷ്യനിൽ മരണമെന്ന അവസ്ഥ കടന്നു വരുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അപ്പൊ ദൈവം മനുഷ്യനെ ഭൂമിയിൽ നിയമവ്യവസ്ഥകളെ കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ മുമ്പിൽ നാം നിൽക്കുമ്പോൾ കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമുണ്ട്. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിൽ അത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ചില ഉത്തരവാദിത്തങ്ങൾ കൊടുത്തു. തോട്ടത്തിൽ വേല ചെയ്യാൻ, തോട്ടത്തെ സംരക്ഷിക്കുവാൻ. പക്ഷേ മനുഷ്യന്റെ ഉത്തരവാദിത്തിൽ നിന്നും മനുഷ്യനെ വ്യതിചലിപ്പിച്ചത് ദൈവമല്ല, അത് പിശാചിന്റെ പ്രവൃത്തിയാണ്. ഇന്നും പിശാച് മനുഷ്യനിൽ ദൈവത്തിന്റെ വ്യവസ്ഥകളെ ലംഘിപ്പിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. കുടുംബത്തെ കലഹിപ്പിക്കുന്നത്, ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നത്, കൊലപാതകം നടത്തുന്നത്, മദ്യം കഴിപ്പിക്കുന്നത്, ലഹരികൾ കടിമപ്പെടുത്തുന്നത്, ഒളിച്ചോടുന്നത്, ആത്മഹത്യ ചെയ്യുന്നത്, ഇതൊന്നും ദൈവത്തിന്റെ പ്രവൃത്തിയല്ല, ഇതൊക്കെ പിശാചിന്റെ പ്രവൃത്തിയാണ്. ആ ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന പിശാച് മനുഷ്യനോട് പറഞ്ഞു, തോട്ടത്തിന്റെ നടുവിൽ പിന്നെ എന്തിനാണ് ദൈവം ഈ വൃക്ഷത്തെ സൃഷ്ടിച്ചത്? ദൈവത്തിനറിയാം ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് ദൈവം ഈ തോട്ടത്തിന്റെ നടുവിൽ വൃക്ഷം സൃഷ്ടിച്ചിട്ട് നിങ്ങളോട് തിന്നരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ പറിച്ചു തിന്നോ, നിങ്ങൾക്കൊരു കുഴപ്പവും വരത്തില്ല, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്ന് പഠിപ്പിച്ച് വേറൊരു സുവിശേഷം അറിയിച്ച് ഹവ്വ എന്ന് പറയുന്ന സ്ത്രീയെ വശീകരിച്ച് മോഹിപ്പിച്ച് അവളെ കൊണ്ടത് തീറ്റി. ദൈവത്തിന്റെ നിയമവ്യവസ്ഥകൾ ലംഘിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നു. പാപത്തിന്റെ ശമ്പളം ആയ മരണം മനുഷ്യനിൽ അധിവസിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അപ്പോൾ അന്ന് ദൈവം പറഞ്ഞു, തിന്നുന്ന നാളിൽ നീ മരിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അപ്പോൾ ആ മരണം ദൈവത്താൽ ഉളവായി. പ്രിയരെ, ശാസ്ത്രലോകം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ പലതും കണ്ടുപിടിച്ചു. മനുഷ്യന്റെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയയും മനുഷ്യന് പകരം AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വളർന്നതോടുകൂടെ നമുക്കറിയാം, റോബോട്ട് മനുഷ്യന് പകരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭൂമിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഭൂമിക്ക് അപ്പുറമായ ഒരു ഗ്രഹത്തെ മനുഷ്യൻ കണ്ടെത്തി. അതിന്റെ പേരാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ എന്ന ഗ്രഹത്തിൽ കടന്നുപോയാൽ മനുഷ്യന് താമസിക്കുവാനുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട്, അവിടെ വീട് കെട്ടാൻ കഴിയുമെന്നൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ചു. ഇന്ന് പലരും ചന്ദ്രന് സ്ഥലം മേടിക്കുവാനും ചന്ദ്രനിലേക്ക് പോകുവാനും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, കണ്ടുപിടുത്തത്തിന്റെ പടവുകൾ മനുഷ്യൻ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുകയാ. പക്ഷേ എന്നാൽ മരണത്തെ അതിജീവിക്കുന്ന ഏതെങ്കിലും ഒരു മരുന്ന് കണ്ടുപിടിക്കുവാൻ ഇന്നത്തെ ബുദ്ധിമാന്മാർക്ക്, ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാർക്ക്, ഇന്നത്തെ സയന്റിസ്റ്റിന് കഴിഞ്ഞിട്ടുണ്ടോ? ബുദ്ധിമാന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, ലോകത്തെ ഉരുക്കുമുട്ടികൾ കൊണ്ട് സാമ്രാജ്യങ്ങളെ കെട്ടിപ്പടുക്കുവാൻ ബന്ധപ്പെട്ടോടി നടന്ന എല്ലാ യുദ്ധവീരന്മാരും മഹാരഥന്മാരും മരണം കൊണ്ട് അവസാനിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. നമ്മുടെ മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരു മഹാനായ വ്യക്തിയെ, യുവാക്കളുടെ ഹരമായ പോപ്പ് ഗായകനായിരിക്കുന്ന മൈക്കിൾ ജാക്സനെ കുറിച്ച് നമുക്കെല്ലാവരും നല്ലവണ്ണം അറിയാം. അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായിരുന്നു, എനിക്കൊരു 150 വയസ്സ് വരെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചാൽ കൊള്ളാമെന്ന്. അദ്ദേഹം 150 വയസ്സുവരെയും ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിനു വേണ്ടി ഒരു 14 ഡോക്ടർമാരെ അദ്ദേഹം ശമ്പളം കൊടുത്ത് തന്നെ ചികിത്സിക്കുവാനായിട്ട് നിയോഗിക്കുവാനിടയായി തീർന്നു. 14 ഡോക്ടർമാർ ഈ മൈക്കിൾ ജാക്സനെ ചികിത്സിക്കുമ്പോഴും ഈ ഡോക്ടർമാർക്കോ മെഡിക്കൽ സയൻസിലോ മൈക്കിൾ ജാക്സനെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞോ? ഒരിക്കലും കഴിഞ്ഞിട്ടില്ല. 50-ാമത്തെ വയസ്സിൽ മൈക്കിൾ ജാക്സൺ മരണം വഴിയായി ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു പോകാനിടയായി തീർന്നു. അപ്പോൾ മൈക്കിൾ ജാക്സൺ വരെ മഹാൻ ആഗ്രഹിച്ചു മരിക്കാതെ ഒരു 150 വയസ്സ് വരെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് ചിന്തിച്ചു. നാം എല്ലാം എത്രയെല്ലാം ചിന്തിച്ചാലും, എത്ര കോടികൾ ബാങ്കിൽ നിക്ഷേപിച്ചാലും, എത്ര ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ നമ്മൾ കെട്ടിപ്പടുത്താലും വെട്ടിയെടുത്താലും, എന്തെല്ലാം പേരും പ്രശസ്തിയും ഈ ലോകത്തിൽ നേടിയെടുത്താലും ഇന്നല്ലെങ്കിൽ നാളെ മരണം എന്നുള്ളത് നിശ്ചയമാ. കാരണം മരണം കടന്നു വന്നത് ദൈവത്തിന്റെ വ്യവസ്ഥകളെ ലംഘിച്ച പാപത്തിന്റെ അനന്തരഫലമായി മനുഷ്യനിൽ മരണം കടന്നു വന്നു. എന്നാൽ ആ മരണത്തിനുള്ള പോക്കുവഴിയും ദൈവം തന്നെ കണ്ടെത്തുവാനിടയായി തീർന്നു. മനുഷ്യൻ കണ്ടെത്തുന്ന എല്ലാ വഴികളും പരാജയപ്പെടുവാനിടയായി തീരും. മരണത്തെ അതിജീവിക്കുന്ന ഒരു മരുന്നും മനുഷ്യർക്കാർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, മഹാനായ അലക്സാണ്ടർ രാജാവ് ലോകരാജ്യങ്ങളെ മുഴുവൻ വെട്ടിപ്പിടിക്കുവാൻ
ഓടി നടക്കുവാനിടയായി തീർന്നു. പക്ഷേ ഹേ സമുദ്രമേ, നീയും കരയായിരുന്നെങ്കിൽ ഞാൻ നിന്നെയും വെട്ടിപ്പിടിച്ചേനെ എന്ന് വെല്ലുവിളിച്ച മഹാനായ അലക്സാണ്ടർ രാജാവ്, അദ്ദേഹവും തന്റെ 33-ാമത്തെ വയസ്സിൽ രോഗക്കിടക്കയിൽ രോഗബാധിതനായി മരിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ കൊച്ചു കാമാക്ഷി ഞാൻ ഉറപ്പിക്കട്ടെ, ഏത് മനുഷ്യനും ഒരു ശ്വാസം മാത്രമാണ്. മരണത്തെക്കുറിച്ച് ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടിയല്ല. മരണം ദൈവിക വ്യവസ്ഥയാണ്, ഏത് മനുഷ്യനും ഉള്ളതാണ്. പക്ഷെ മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുവാനിടയായി തീരണം. മരണം എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലെ മനുഷ്യന്റെ പ്രവൃത്തിയിൽ നിന്നുള്ള ഒരു വിശ്രമം മാത്രമാണ്. ഏതൻ തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുവെങ്കിൽ ഈ ഭൂമിയിലുള്ള നമുക്കെല്ലാം മനുഷ്യനെന്ന നിലയിൽ ഒരു ഉത്തരവാദിത്തങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. ആ ഉത്തരവാദിത്തം ഒരു ഭാര്യ എന്ന നിലയിൽ, ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു അപ്പൻ എന്ന നിലയിൽ, ഒരു അമ്മ എന്ന നിലയിൽ, ഒരു മകൾ, ഒരു മകൻ, ഒരു സഹോദരി, ഒരു സഹോദരൻ എന്ന നിലയിൽ നമുക്കെല്ലാം അവരവരുടേതായ ഉത്തരവാദിത്തമുണ്ട്. ഈ ഉത്തരവാദിത്തത്തിന് നാം എല്ലാവരും കണക്ക് കൊടുക്കേണ്ടവരാണ്. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുയേശുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കേണ്ടവരാകുന്നു. അപ്പോൾ മരണത്തിനു ശേഷം ഒരു നിത്യതയുണ്ടെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീർന്നു. ആ മരണത്തിൽ നിന്നുള്ള പോക്ക് വഴിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയത്. ഞാൻ പറഞ്ഞല്ലോ, മരണം കടന്നു വന്നത് പാപത്താലാണ്. അതുകൊണ്ട് പാപിയായ മനുഷ്യൻ മരിക്കുവാനിടയായി തീർന്നു. ഇപ്പോൾ മനുഷ്യന്റെ പാപത്തിൽ നിന്നും പരിഹാരം കണ്ടെത്തിയെങ്കിൽ മാത്രമേ മരണത്തിൽ നിന്നുള്ള പോക്കുവഴികൾ മനുഷ്യനെ കണ്ടെത്തുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം എങ്ങനെ മനുഷ്യനെ കണ്ടെത്താൻ കഴിയും? മനുഷ്യന്റെ പാപപരിഹാരത്തിനു വേണ്ടി പലവിധമായ അതേ കർമ്മ ആചാര മാർഗങ്ങൾ മനുഷ്യനെ അവലംബിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ചില നദികളിൽ മുങ്ങി കുളിച്ചാൽ അവർക്ക് പാപമോക്ഷം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പലരും ചില യാഗങ്ങൾ നടത്തിയാൽ അതേ പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചാൽ പാപത്തിന് മോക്ഷം കിട്ടുമെന്നൊക്കെ വിശ്വസിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ എവിടെയാണ് പാപത്തിന് പരിപൂർണമായ മോക്ഷം ലഭിക്കുവാനിടയായി തീരുന്നത്? പക്ഷെ അത് അറിയണമെങ്കിൽ പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. പാപം ഒരു മനുഷ്യനല്ല, പാപം ഒരു വ്യക്തിയല്ല, പാപം ഒരു വസ്തുവല്ല, പാപം ഒരു സസ്യമല്ല, പാപം ഒരു വൃക്ഷമല്ല. പിന്നെ പാപം എന്ന് പറഞ്ഞാൽ എന്താ? പാപം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ആ ശക്തിക്ക് മനുഷ്യൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആ ശക്തിയുടെ പേരാണ് പിശാചിന്റെ ശക്തി. ഒരു വിഭാഗം ആളുകൾ ഇബ്ലീസിന്റെ ശക്തി എന്ന് പറയും, ഒരു വിഭാഗം ആളുകൾ സാത്താന്യ ശക്തി എന്ന് പറയും, ഒരു വിഭാഗം ആളുകൾ പൈശാചിക ശക്തി എന്ന് പറയും. അപ്പോൾ വേദപുസ്തകം പഠിപ്പിക്കുന്നു, പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ സന്തതിയെന്നും പിശാചാദി മുതൽ മനുഷ്യനെ പാപം ചെയ്യിപ്പിക്കുന്നുവെന്നും, എന്നാൽ ഈ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്നും വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീരുന്നു. അപ്പോൾ പാപം എന്ന് പറയുന്ന ഒരു ശക്തിയാണ്. ആ ശക്തി ഒരു മനുഷ്യനിലൂടെ ഭൂമിയിൽ കടക്കുകയും ആ മനുഷ്യനിലൂടെ ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും പ്രവേശിക്കുവാനിടയായി തീർന്നു. വേദപുസ്തകം പഠിപ്പിക്കുന്നു, ഏക മനുഷ്യനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ആദാമ്യ വർഗത്തിൽ നിന്നും ജനിക്കപ്പെടുന്ന സകല മനുഷ്യരും പാപത്തിൽ ജനിക്കുമ്പോൾ ആ പാപിയായ മനുഷ്യനെ പാപത്തിൽ രക്ഷിക്കുവാൻ പാപിയായ മനുഷ്യൻ കണ്ടെത്തുന്ന സകല അവരെ മാർഗങ്ങളും അസ്ഥാനത്താകുമ്പോൾ അല്ലെങ്കിൽ പരാജയപ്പെടുമ്പോൾ പാപമില്ലാത്ത ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന യാതൊരു പ്രവൃത്തികളും ഫലമാകുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതാണ് ഇന്നത്തെ പത്രത്താളുകളിലും മീഡിയകളിലുമൊക്കെ നാം വായിക്കുന്ന കൊലപാതകങ്ങളുടെയും പിടിച്ചുപറികളുടെയും അഴിമതികളുടെയും സ്ത്രീപീഡനങ്ങളുടെയും കുടുംബ തകർച്ചകളുടെയൊക്കെ വാർത്തകൾ കണ്ണോടിച്ചു നോക്കിയാൽ അത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുന്നില്ല എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ്. പോലീസുകാർ കുറ്റവാളിയെ പിടിക്കുന്നു, 3, 5, 7, 12 ജീവപര്യന്തം ഒക്കെ ജയിലറയിൽ ശിക്ഷിക്കുന്നു. പക്ഷേ കുറ്റകൃത്യത്തിന്റെ ശിക്ഷാപതിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അതേ കുറ്റവാളികൾ അതേ സമാന്തരമായ കുറ്റങ്ങൾ ചെയ്യുന്നു. ഗവൺമെന്റ് അവരുടെ കഴിവിനനുസരിച്ച് പരിശ്രമിക്കുന്നു. പോലീസുകാർ കുറ്റവാളിയെ പിടിക്കുന്നു, ജഡ്ജിയുടെ മുമ്പിൽ ഹാജരാക്കുന്നു, ജഡ്ജി ശിക്ഷ വിധിക്കുന്നു. പക്ഷേ എന്ത് സംഭവിക്കുന്നു? നിയമത്തിന്റെ അധികാരസ്ഥങ്ങളിൽ പിടിക്കപ്പെട്ടതുകൊണ്ട്, ജയിലിന്റെ ഇരുട്ടറയിൽ അടച്ചിട്ടതുകൊണ്ട്, പോലീസിന്റെ 3 മുറകൾ കൊണ്ട് ചോദ്യം ചെയ്യപ്പെട്ടതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിൽ നിന്നും പരിഹാരം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ഇന്നലത്തെ പേപ്പറിൽ നമ്മൾ വായിച്ചില്ലേ? ഇന്നത്തെ പേപ്പറിലും അത് കിടക്കുന്നില്ലേ?
നെന്മാറയിൽ ഞാൻ താമസിക്കുന്ന പാലക്കാടിൽ ചന്താമര എന്ന പേരുള്ള ഒരു മനുഷ്യൻ, ഒരു വ്യക്തിയെ കൊന്നിട്ട് ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടന്ന മനുഷ്യനാണ്. അദ്ദേഹം ജയിലിൽ നിന്നും പരോളിലിറങ്ങി അതേ കുറ്റം രണ്ടുപേരെ കൊന്നു. ഒരാളെ കൊന്നിട്ട് ജയിലിലടയ്ക്കപ്പെട്ട മനുഷ്യൻ പരോളിലിറങ്ങി വീണ്ടും രണ്ടുപേരെ കൊന്ന് ഇപ്പോൾ ഒളിച്ചോടിയിരിക്കുക. പോലീസ് അദ്ദേഹത്തെ പിടിക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പോലീസുകാർ കുറ്റവാളിയെ പിടിക്കുന്നുണ്ട്, ജയിലിൽ ശിക്ഷിക്കുന്നുണ്ട്, ഒക്കെ ശരിയാ. പക്ഷെ മനുഷ്യന്റെ ഉള്ളിലെ പാപ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മനുഷ്യന്റെ സ്വഭാവം നഷ്ടമായാൽ സകലവും നഷ്ടമായി തീരുവാനിടയായി തീരുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ പാപത്തിൽ നിന്നും പരിഹാരം കണ്ടെത്തുവാൻ മനുഷ്യൻ കണ്ടെത്തുന്ന സകല പ്രയത്നങ്ങളും അത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ നാടകകർത്തായിരിക്കുന്ന ഷേക്സ്പിയർ, അദ്ദേഹത്തിന് ഒരു നല്ല നാടകമുണ്ട്. ആ നാടകത്തിന്റെ പേര് മാക്ബത്ത് എന്നാണ്. ആ മാക്ബത്ത് എന്ന നാടകത്തിൽ ഡങ്കൻ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ഡങ്കൻ രാജാവിന്റെ മന്ത്രിയാണ് ഈ മാക്ബത്ത്. അപ്പൊ മാക്ബത്ത് ഒരു രാജ്യവുമായിട്ട് യുദ്ധം ചെയ്തു വന്നപ്പോൾ രാജാവ് അദ്ദേഹത്തെ അഭിനന്ദിച്ചു. രാജാവ് സന്തോഷത്തോട് പറഞ്ഞു, ഗ്രേറ്റ് മാൻ മാക്ബത്ത്, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ വരുന്നുണ്ട്. മാക്ബത്തിന് നല്ല സന്തോഷമായി. മാക്ബത്ത് വേഗം ഓടിച്ചെന്ന് വീട്ടിലെ തന്റെ ഭാര്യയോട് പറഞ്ഞു, എടീ, രാജാവ് നമ്മുടെ വീട്ടിൽ വരുന്നു. അപ്പോൾ മഹാരാജാവ് നമ്മുടെ വീട്ടിൽ വരിക എന്ന് പറഞ്ഞാൽ എത്ര സന്തോഷമാണ്. പക്ഷെ ഈ സമയത്ത് ലേഡി മാക്ബത്തിന്റെ ഭാര്യയുടെ ചിന്തയിൽ ഒരു കുതന്ത്രം കടന്നുകൂടി. അവൾ ഇങ്ങനെ പറഞ്ഞു, മനുഷ്യ, ഇതാണ് നമുക്ക് ലഭിക്കുന്ന നല്ല അവസരം. ഏതാവസരം? ഈ മാക്ബത്ത് രാജാവും ഡങ്കൻ രാജാവും മരിച്ചാൽ പിന്നെ ഈ രാജ്യത്തിലെ മന്ത്രി ആരാ? നമ്മളല്ലേ മന്ത്രിയും, താങ്കൾ മന്ത്രിയും ഞാൻ രാജ്ഞിയുമല്ലേ? ഭാര്യ ഈ മാക്ബത്തിനോട് ഇങ്ങനെ ചോദിച്ചു. പക്ഷെ മാക്ബത്ത് ഭയപ്പെട്ടിട്ട് പറഞ്ഞു, ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, നീതികേട് പ്രവർത്തിക്കരുത് എന്നൊക്കെ വിലക്കിയെങ്കിലും താക്കീത് കൊടുത്തെങ്കിലും ലേഡി മാക്ബത്ത് പറഞ്ഞു, അല്ല, ഇപ്പോഴാണ് നമുക്ക് ലഭിക്കുന്ന നല്ല അവസരം, ഈ സമയം ഉപേക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രാജാവ് വീട്ടിൽ വന്നപ്പോൾ ആരും അറിയാതെ രഹസ്യമായിട്ട് രാജാവിനെ വകവരുത്തുവാനിടയായി തീർന്നു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഈ മന്ത്രിയായ മാക്ബത്തും ഈ ലേഡി മാക്ബത്തും രാജ്ഞിയും രാജാവുമായി മാറി ആ രാജ്യത്തിലെ അധികാരത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ആ രാജ്യത്തിൽ സിനഡ് കൂടുമ്പോൾ അവർ ഇരിക്കുന്നതായിരിക്കുന്ന ചാമ്പറിൽ, ആ കസാരയിൽ മഹാരാജാവായ ഡങ്കൻ ഇരുന്നിരുന്ന സ്ഥാനത്ത് എപ്പോഴും ഡങ്കന്റെ മുഖം മാക്ബത്തിന്റെ ഹൃദയത്തിലേക്ക്, മുഖത്തേക്ക്, ഉള്ളിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. അദ്ദേഹത്തിന് രാത്രിയിൽ ഉറങ്ങാൻ കഴിയുന്നില്ല. പലപ്പോഴും പോയി കൈ കഴുകും. ലേഡി മാക്ബത്തും കൈ കഴുകും. ഭാരതത്തിൽ കിട്ടാവുന്ന സുഗന്ധവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് എപ്പോഴും കൈ കഴുകും. പക്ഷെ മണത്തു നോക്കുമ്പോൾ പറയും, അയ്യോ, എന്റെ കയ്യിലെ രക്തക്കറ പോകുന്നില്ലല്ലോ. ഇങ്ങനെ പലയാവർത്തി പല ദിവസങ്ങൾ ഈ ലേഡി മാക്ബത്തും ഇങ്ങനെ കരം കഴുകി. പക്ഷെ അവസാനം അവർ പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, അവർ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നെപ്റ്റൂൺ നദിയിലെ മുഴുവൻ വെള്ളം കൊണ്ടുവന്നിട്ട് എന്റെ കൈ കഴുകിയാലും എന്റെ കൈകൾ ശുദ്ധമാക്കുവാൻ കഴിയത്തില്ല. അറേബ്യയിൽ ലഭിക്കുന്ന സുഗന്ധവർഗ്ഗങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് എന്റെ കൈ കഴുകിയാലും രക്തക്കറയുടെ മണം എന്റെ കൈകളിൽ നിന്നും മാറുന്നില്ല. പ്രിയരെ, നാം അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്യുന്ന രഹസ്യ പാപങ്ങളും അത് പരസ്യ പാപങ്ങളും, ആ പാപത്തിന്റെ കറ ഒരുപക്ഷെ മൂന്നാമതൊരാൾ അറിയുന്നില്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയാലും അറിയുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സകല പ്രവർത്തികളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുവാൻ ആർക്കും കഴിയത്തില്ല. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മാനസാന്തരം എന്ന് പറയുന്ന ഒരു കവിതയിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, നിണഭംഗിലവന്റെ കൈകളി ചെറുതുവാല മറയ്ക്കുമെത്ര നാൾ സുരഗംഗയിൽ ലയിച്ച സാഗരം മതിയാവില്ല ശുദ്ധമാക്കുവാൻ. അപ്പോൾ അദ്ദേഹം ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ മാനസാന്തരം എന്ന കവിതയിൽ അദ്ദേഹം എഴുതിയിരിക്കുകയാ, എന്റെ കരങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ പാപത്തിന്റെ കരകൾ അതെ മറയ്ക്കുവാൻ ഈ ചെറുത്തൂവാല മതിയാകത്തില്ല, സുരഗംഗയിൽ ലയിച്ച സാഗരം അതും മതിയാകത്തില്ല. അതുകൊണ്ട് പ്രിയരെ, മനുഷ്യൻ ചെയ്യുന്ന സകല രഹസ്യ പാപങ്ങളും പരസ്യ പാപങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തോട് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ക്രിസ്തുവിന് ഏകദേശം 4400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മലാക്കി എന്ന് പറയുന്ന പേരുള്ള ഒരു പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതുവാനിടയായി തീർന്നു, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും,
അന്ന് അഹങ്കാരികൾ അതേ താളടിയായി തീരും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴുക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ള പണിയും വെന്തുപോകുകയും ചെയ്യും. അതുകൊണ്ട് മനുഷ്യന് ഒരവസാനം മരണം നിശ്ചയമാണ്. പക്ഷെ മരണത്തിനപ്പുറത്ത് ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ടവരാ. അതാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും മനുഷ്യർക്കായിട്ട് ദൈവം നിയമിച്ചിട്ടുണ്ട്. ഏത് മനുഷ്യനും ദൈവത്തോട് കണക്ക് കൊടുക്കേണ്ടവരാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ പാർസിയെന്നോ സിഖെന്നോ ചെറിയവനെന്നോ കറുത്തവനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ദൈവത്തിനൊരു മുഖപക്ഷവുമില്ല. ദൈവത്തിന്റെ അതേ കൽപ്പനകളെ പ്രമാണിക്കുന്ന, ദൈവത്തെ അതേ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനകളെ അംഗീകരിക്കുന്ന ഏത് മനുഷ്യനെയും ദൈവം രക്ഷിക്കുവാൻ തക്കവണ്ണമിടയായി തീരും. അതുകൊണ്ട് പ്രിയരെ, ഇന്നല്ലെങ്കിൽ നാളെ മരണം നിശ്ചയമാണ്. ആ മരണത്തെ അതിജീവിക്കുന്ന ഒരു മരുന്നും ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാപത്തിന് പരിഹാരം വരുത്തുന്ന ഒരു മരുന്നും ഒരു മനുഷ്യനും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മനുഷ്യൻ പാപത്തിൽ നശിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. മരിച്ചില്ലാതെയാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ല, ആ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ മനുഷ്യന്റെ പ്രയത്നങ്ങൾ കൊണ്ട്, അധികാരങ്ങൾ കൊണ്ട്, സ്ഥാനമാനങ്ങൾ കൊണ്ട്, കണ്ടുപിടുത്തങ്ങൾ കൊണ്ട്, പാരമ്പര്യങ്ങൾ കൊണ്ട്, പണങ്ങൾ കൊണ്ട് കഴിയാതിരിക്കുമ്പോൾ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അതാണ് ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ മനുഷ്യജന്മമെടുത്ത കർത്താവായ യേശുക്രിസ്തു എന്ന ലോകരക്ഷിതാവ്. യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് ചരിത്ര പുസ്തകങ്ങളിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടു. സൃഷ്ടിയുടെ ഉൽപ്പത്തിയായിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാമത്തെ വാക്യം മുതൽ ദൈവം ഇങ്ങനെ പറഞ്ഞു: ഏദൻ തോട്ടത്തിൽ ആദാമിനെയും ഹവ്വയെയും പാപത്തിൽ ദൈവത്തിൽ നിന്നും അകറ്റിക്കളഞ്ഞ് അനുസരണക്കേട് കാണിപ്പിച്ച പിശാചിനോട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതി പിശാചേ, നിന്റെ തല തകർക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ പദ്ധതിയായ നിത്യതയിൽ നിന്നും മനുഷ്യനെ അകറ്റിക്കളഞ്ഞ പിശാചിനോട് ദൈവം പറഞ്ഞു, ഒരു സ്ത്രീയുടെ സന്തതിയായി വരുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു പുരുഷനുണ്ട്. ആ പുരുഷൻ അത് നിന്റെ തലയെ തകർക്കുവാനിടയായി തീരും. അതെ ഞാൻ പറഞ്ഞത്, പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ സന്തതി. പാപമെന്ന പൈശാചിക ശക്തിക്ക് മനുഷ്യൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പാപത്തെ അതിജീവിക്കാൻ മനുഷ്യന് കഴിയുന്നില്ല. അതുകൊണ്ട് പാപമില്ലാത്ത ഒരു പുരുഷന്റെ യാഗം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആവശ്യമായിരുന്നു. പാപമില്ലാത്തൊരു യാഗം ഈ ഭൂമിയിൽ ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പാപമില്ലാതെ ഭൂമിയിൽ കന്യകാവതാരം എടുക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നത്. അനേക മഹാരഥന്മാർ അവതരിച്ച് സതുപദേശങ്ങൾ പഠിപ്പിച്ച് മൺമറഞ്ഞു പോയ മണ്ണിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുവാനിടയായി തീരുന്നത്. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കാലഘട്ടത്തെ എന്നും BC എന്നും ഉണ്ടാക്കി തിരിച്ചുകൊണ്ട് കാലയവനിയിൽ നിന്നും ജയാളിയായി ജീവിക്കുന്ന യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്, യേശുക്രിസ്തു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന, ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ യേശയ്യാവിലൂടെ വീണ്ടും എഴുതി സങ്കീർത്തന പുസ്തകങ്ങളിൽ അത് എഴുതപ്പെടുവാനിടയായി തീർന്നു. സങ്കീർത്തന പുസ്തകങ്ങളിലും ന്യായപ്രമാണത്തിലും യഹൂദന്മാരുടെ മതഗ്രന്ഥമായ തോറയിലും തൗറാത്തിലും അതേ കാണുവാൻ കഴിയുന്നു യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച്. അത് മാത്രമല്ല, ഭാരതത്തിലെ മുനിവര്യന്മാർ തപസ്സിരുന്നു കൊണ്ട് രചിച്ചതായ ഉപനിഷത്തുകളിൽ വേദപുസ്തകത്തിൽ കാണുന്നു, പാപമില്ലാത്തൊരു പുരുഷന്റെ യാഗത്തിലൂടെയാണ് ലോകത്തിന് സമാധാനം വരുന്നത്, ലോകത്തിന് രക്ഷ വരുന്നത്. വേദങ്ങൾ പഠിക്കുമ്പോൾ വേദങ്ങളിൽ എഴുതിയിരിക്കുന്നു, എല്ലാ ആത്മിക ഗ്രന്ഥങ്ങളിലും മസിഹ എന്ന, അഭിഷിക്തൻ എന്ന, ക്രിസ്തു എന്ന ലോകരക്ഷിതാവായ വീണ്ടെടുപ്പിനെ കുറിച്ച്, ലോകത്തിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതപ്പെടുവാനിടയായി തീർന്നു. ആ ജനിക്കുന്ന മനുഷ്യൻ പാപമില്ലാത്തവനായിരിക്കണം, അവൻ ദൈവ സ്വഭാവത്തിലുള്ളവനായിരിക്കണം. എങ്കിലേ ആ യാഗത്തിന് പരിഹാരമുണ്ടാകുവാൻ, യാഗത്തിലൂടെ പാപത്തിന് പരിഹാരമുണ്ടാകുവാനിടയായി തീരത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാപമില്ലാതെ ജനിച്ച ആരെങ്കിലും ഈ ഭൂമിയിലുണ്ട്, വേറെ ആരെയും കാണാൻ കഴിയത്തില്ല. ഞാൻ ഈ കൊച്ചു കാമാശിയിൽ നിന്നിട്ട്
നിങ്ങളുടെ കയ്യിൽ മൈക്ക് തരികയാണ്. മൈക്ക് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാൻ പറയുകയാണ്. കൊച്ചു കാമാക്ഷിയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ ഈ മൈക്കിനോട് അവിടെ നിന്ന് ചോദിക്കുകയാ, നിങ്ങൾക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഈ കടയിലിരിക്കുന്നവരും ഈ കേൾക്കുന്നവരും കാണുന്നവരുമായ നിങ്ങൾ അദ്ദേഹത്തിന്റെ മുഖത്ത് വിരൽ ചൂണ്ടിയിട്ട് പറയും, നീ ഇന്നിന്ന കുറ്റം ചെയ്തിട്ടുണ്ട്, ഇന്നിന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് കൊച്ചു കാമാക്ഷിയിൽ ആർക്കും ഞാൻ പാപിയല്ലെന്ന് പറയാൻ കഴിയത്തില്ല. പാപമില്ലാതെ ജനിച്ചവൻ വേറെ ആരും ഈ ഭൂമിയിലില്ല. അതുകൊണ്ട് യേശുക്രിസ്തു ജനിച്ച നസറത്തിൽ നിന്നുകൊണ്ട് യേശുക്രിസ്തു യഹൂദന്മാരുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താം? അന്ന് യേശുക്രിസ്തുവിന്റെ പാപത്തെ കുറിച്ച് ബോധ്യത വരുത്തുവാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം യേശുവിന്റെ ജനനത്തിൽ പാപമില്ലായിരുന്നു, പുരുഷഭീതമില്ലാതെ, പുരുഷ സമ്പർക്കമില്ലാതെ. മെഡിക്കൽ സയൻസ് വളർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മെഡിക്കൽ സയൻസ് നമ്മളെ പഠിപ്പിക്കുന്നു, പുരുഷന്റെയും സ്ത്രീയുടെയും 23 ക്രോമോസോമുകൾ ഒരുമിച്ച് കൂടുമ്പോഴാകണല്ലോ ഭ്രൂണമുണ്ടാകുന്നത്, ജീവനുണ്ടാകുന്നത്. പക്ഷേ യേശുവിന്റെ ജനനത്തിൽ പുരുഷ സമ്പർക്കമില്ലാതെ, പുരുഷ ബീജമില്ലാതെ, കന്യകയുടെ ഉദരത്തിൽ പാപമില്ലാതെ ജനിക്കപ്പെട്ട ലോക ചരിത്രത്തിലെ ഏക വ്യക്തി അത് കർത്താവായ യേശുക്രിസ്തുവ. അതിന്റെ കാരണം ചരിത്ര പുസ്തകത്തിൽ എഴുതപ്പെട്ടതുപോലെ ലോകത്തിലെ സകല മനുഷ്യരും പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടേണ്ടതിന്, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മുടെ നിത്യജീവന് വേണ്ടി, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ ശാപത്തിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കേണ്ടതിന് വേണ്ടി, പിശാചിന്റെ പിടിയിൽ നിന്നും നമ്മെ രക്ഷിക്കേണ്ടതിന് വേണ്ടി പാപമില്ലാത്ത ഒരു ചലനം ഇവിടെ നടക്കേണ്ടത് ആവശ്യമായിരുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടതുപോലെ ജനിച്ച്, എഴുതപ്പെട്ടതുപോലെ ജീവിച്ച്, എഴുതപ്പെട്ടതുപോലെ കാൽവരിയിൽ യാഗമായി തീരുവാനിടയായി തീർന്നു. ഇന്നത്തെ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും ഭൂരിഭാഗം യാഗ അധിഷ്ഠിതമായ അതേ ആചാരങ്ങളും യാഗാധിഷ്ഠിതമായി വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. യാഗത്തിലൂടെ പാപത്തിന് പരിഹാരം കണ്ടെത്താമെന്ന് അത് പലരും ചിന്തിക്കുന്നു. എന്നാൽ രക്തത്തിൽ ജീവൻ അടങ്ങിയിരിക്കുന്നു. ഞാൻ പറഞ്ഞത് അത് യേശുക്രിസ്തുവിന്റെ യാഗത്തിന്റെ നിഴലായിരുന്നു ഭൂമിയില്. യേശുവിന്റെ യാഗത്തിന് മുന്നോടിയായിട്ടുള്ള സകല യാഗങ്ങളും യോഹന്നാൻ സ്നാപകൻ, യേശുക്രിസ്തുവിന് മുമ്പ് ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാറ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കേണ്ടതിനു വേണ്ടി പാപമില്ലാതെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യാവതാരം എടുക്കുവാനിടയായി തീർന്നു. അപ്പൊ മനുഷ്യനെ രക്ഷിക്കേണ്ടതിന്, പാപത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടതിന്, മരണത്തിൽ നിന്നും നിത്യത നൽകേണ്ടതിന് യേശുക്രിസ്തു നമുക്ക് വേണ്ടി എഴുതപ്പെട്ടതുപോലെ ജീവിച്ചു. കാൽവരിയിൽ യാഗമായെങ്കിൽ ഇതാ മരണത്തെ ജയിച്ച്, പാപത്തെ ജയിച്ച്, പിശാചിനെ ജയിച്ച്, ലോകത്തെ ജയിച്ച് യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീരുന്നു. ഞാൻ പ്രസംഗിക്കുന്നത് ഒരു കെട്ടുകഥയല്ല, ഒരു ചരിത്ര സംഭവം മാത്രമല്ല, ജീവിതത്തിൽ അനുഭവിച്ച യാഥാർത്ഥ്യമാണ്. ഇന്നും പാലസ്തീനെ കള്ളരുടെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ആ വാതിലുകൾ ഇങ്ങനെ എഴുതിയിട്ടില്ലേ, He is not here, He is risen. അവൻ ഇവിടെയില്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ലോക ചരിത്രത്തിൽ ഉയർത്തെഴുന്നേറ്റുവെന്ന് തെളിവ് കാണിക്കാൻ കഴിയുന്ന ഏക വ്യക്തി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവാണ്. നമുക്കറിയാം, ഭാരതത്തിലെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി മരിച്ചു. ആ മഹാത്മാഗാന്ധിയുടെ കല്ലറകൾ മുമ്പിൽ ചെന്നു നിന്നുകൊണ്ട് സരോജിനി നായിഡു പൊട്ടി കരഞ്ഞിട്ട്, ബാബുജിയെ നീ എവിടെ, ബാബുജിയെ നീ എവിടെ? യേശുക്രിസ്തു മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പക്ഷെ നിന്റെ കല്ലറയൊന്നും അടഞ്ഞു കിടക്കുകയല്ലേ, നിന്റെ കല്ലറയൊന്ന് തുറക്കും, നീ എന്ന് ഉയർത്തെഴുന്നേൽക്കുമെന്ന് ചോദിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞതായ സരോജിനി നായിഡു. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു, ഇന്നും രാജഘട്ടിൽ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ കല്ലറ അടഞ്ഞു കിടക്കുന്നുണ്ട്, അത് തുറന്നിട്ടില്ല. ലോക ചരിത്രത്തിൽ ലോകത്തെ കിടകളാൽ ഉറപ്പിച്ച അതേ ഉരുക്കുമുഷ്ടികൾ കൊണ്ട് സാമ്രാജ്യം കെട്ടിപ്പടുക്കുവാൻ ഓടി നടന്ന പലരും മരിച്ചുപോയി, അവരെല്ലാം മരണം കൊണ്ട് അവസാനിച്ചു. എന്നാൽ ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശുക്രിസ്തു മരണത്തെ അതിജീവിച്ചുകൊണ്ട്, റോമൻ മുദ്രകളെ പൊട്ടിച്ചുകൊണ്ട്, കാവൽ ഭടന്മാർ നോക്കി നിൽക്കുമ്പോൾ തന്നെ, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ ഭീഷമുള്ളവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച് യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുവാനിടയായി തീർന്നു. യേശുക്രിസ്തു കാൽവരിയിൽ യാഗമായത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയാണെങ്കിൽ യേശുക്രിസ്തു മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റത് എനിക്കും നിങ്ങൾക്കും മരണത്തിനു ശേഷം ഒരു നിത്യതയുണ്ട് എന്ന് ഉറപ്പു തരാൻ വേണ്ടിയാണ്. ആ ജീവിച്ചിരുന്ന സമയത്ത് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുവാനിടയായി തീരും. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടുന്ന കൊച്ചു കാമാക്ഷിയിലെ ദേശനിവാസികളെ, മരണത്തെ നിങ്ങൾ ഭയപ്പെടേണ്ട. മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ കർത്താവായ യേശുക്രിസ്തുവിലൂടെ
പിതാവായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, ലോകം അവനാൽ രക്ഷ പ്രാപിക്കേണ്ടതിനത്രേ. ന്യായവിധി എന്നത് അതാണ് എന്റെ തുടക്ക വിഷയം. ന്യായവിധി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താ? യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുന്നു, ന്യായവിധി എന്നത് വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തികൾ ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിക്കുന്നത് തന്നെ, ഇരുളിൽ നടക്കുന്നത് തന്നെ ന്യായവിധിക്ക് കാരണമായി തീർന്നു. ന്യായവിധി എന്ന് പറഞ്ഞാൽ എന്താ? ന്യായവിധി എന്ന് പറഞ്ഞാൽ ദൈവം രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി അയച്ചിരിക്കുന്ന രക്ഷകനെ സ്വീകരിക്കാതെ തള്ളിക്കളയുന്നത് തന്നെ ന്യായവിധിക്ക് കാരണമായി തീർന്നു. ആ ന്യായവിധിയിൽ നിന്നും വിമോചനം വേണമെങ്കിൽ വേറൊരു വഴിയുമില്ല. ആ വഴിയെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പഠിപ്പിച്ചത്, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരത്തില്ല. ആ ന്യായവിധിയിൽ നിന്നും മോചനം വേണമെങ്കിൽ വേറൊരു കുറുക്കു വഴിയുമില്ല. മതം മാറിയതുകൊണ്ടോ, പേര് മാറിയതുകൊണ്ടോ, നാട് മാറിയതുകൊണ്ടോ, വസ്ത്രവേഷവിധാനങ്ങൾക്ക് മാറ്റം വരുത്തിയതുകൊണ്ടോ അല്ല. അതേ പാപത്തെ ഏറ്റുപറഞ്ഞ് ആ രക്ഷകനെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രിയിൽ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശിക്ഷാവിധിയിൽ നിന്നും മോചനം പ്രാപിച്ച് സമാധാനവും സന്തോഷവും അനുഗ്രഹവും നന്മയും പ്രാപിക്കുവാൻ തക്കവണ്ണവരെയായി തീരും. അതുകൊണ്ട് കേൾക്കുന്ന കൊച്ചി കാമാക്ഷി ദേശനിവാസികളെ, ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും അത് മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിന്റെ 11 മുതൽ 20-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് വിളിച്ചു പറയുന്നത്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധരുമാണ്. രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 ഇങ്ങനെ പറയുന്നു, മരിച്ചവർ ആപാലവൃത്തം ഉയർത്തെഴുന്നേറ്റ് സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കപ്പെടുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നത്, കർത്താവ് തൻ ഗംഭീര നാമത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷിക്കുന്ന വിശുദ്ധന്മാർ ആകാശമേഘങ്ങളിൽ അവരെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഒന്നാമത്തെ പുനരുത്ഥാനം. ഈ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവർ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവൻ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാസം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ അടുത്ത പുനരുത്ഥാനം വെളിപ്പാട് പുസ്തകം 11 മുതൽ കാണുന്നു, 20-ന്റെ 11 മുതൽ കാണുന്നു, മരിച്ചവർ ആപാലവൃത്തം ഉയർത്തെഴുന്നേൽക്കുന്നു. സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. മരണവും പാതാളവും തങ്ങളിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായിത്തീരുന്നു. പുസ്തകങ്ങൾ തുറക്കുന്നു. ആ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കെടുത്ത ശിക്ഷാവിധി ഉണ്ടാകുന്നു. ജീവന്റെ പുസ്തകം എന്ന പേരുള്ള ഒരു പുസ്തകം തുറക്കുന്നു. ആ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കപ്പെടുന്ന ഞാനും നിങ്ങളും ശിക്ഷിക്കപ്പെടുവാൻ കാരണമായി തീരുന്നത് ജീവന്റെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതപ്പെടുന്നത്? മതം മാറിയാൽ ജീവന്റെ പുസ്തകത്തിൽ പേര് വരുമോ? ഒരിക്കലും വരത്തില്ല. പേരിന് മാറ്റിയാൽ മനുഷ്യന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ വരുമോ? ഇനി നാട് വിട്ടുപോയാൽ മനുഷ്യന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ കഴിയുമോ? കഴിയത്തില്ല. മനുഷ്യന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത് ഇവിടുത്തെ മതഅധ്യക്ഷന്മാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ പാരമ്പര്യ പണക്കാരോ അല്ല. ഈ ഭൂമിയിൽ ആർക്കും ആ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതാൻ കഴിയത്തില്ല. പ്രിയരെ, ആധാർ കാർഡിൽ പേര് കാണാം, ഇലക്ഷൻ ഐഡിയിൽ പേര് കാണാം, SSLC ബുക്കിൽ പേര് കാണാം, നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ പേര് കാണാം, റേഷൻ കാർഡിൽ പേര് കാണാം, വാൾപോസ്റ്ററിൽ പേര് കാണാം, മീഡിയകളിലൊക്കെ പേര് കൊണ്ടുവരാം. അല്പം കഴിവുണ്ടെങ്കിൽ ഗിന്നസ് ബുക്കിൽ നമുക്ക് കഴിവ് തെളിയിച്ച് പേര് കൊണ്ടുവരാം. പക്ഷേ മനുഷ്യന്റെ കഴിവ് കൊണ്ട്, മനുഷ്യന്റെ പണം കൊണ്ട്, മനുഷ്യന്റെ അധികാരങ്ങൾ കൊണ്ട്, മനുഷ്യന്റെ മറ്റ് യാതൊരു പ്രവൃത്തികൾ കൊണ്ട് ജീവൻ
ജീവപുസ്തകത്തിൽ പേര് വരുത്താൻ കഴിയത്തില്ല. ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് സർവശക്തനായ ദൈവമാണ്. ആരുടെ പേരാ എഴുതുന്നത്? ആ പേരെഴുതുന്നത് മാനസാന്തരപ്പെടുന്ന ഒരു പാപിയായ മനുഷ്യന്റെ പേരാണ് അവിടെ എഴുതുന്നത്. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ സിഖെന്നോ പാർസിയെന്നോ ഒരു വ്യത്യാസവുമില്ല. ചെറിയവനെന്നോ വലിയവനെന്നോ ഒരു വ്യത്യാസവുമില്ല. മാനസാന്തരപ്പെടുന്ന ഒരു പാപിയുടെ പേർ ആ ജീവന്റെ പുസ്തകത്തിൽ ദൈവം എഴുതുവാനിടയായി തീരുന്നു. ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്നവരെ അതെ രണ്ടാം മരണത്തിന് അവന്റെ മേൽ അധികാരമില്ല. ആ തീപ്പൊയ്യിൽ തള്ളിയിടത്തില്ല. അതാണ് ന്യായവിധി എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്റെ വാക്കുകളെ ഞാൻ ഇവിടെ ഉപസംഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുക. സമയം ഒത്തിരി മുന്നോട്ട് പോയി. ഈ ചിന്താവിഷയങ്ങൾ പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും കൂടുതൽ അറിയുവാനുമുള്ള അവസരങ്ങളുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ബൈബിളിന്റെ പ്രതികളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളത് തരാം. ഞങ്ങൾ സഹോദരി സഹോദരന്മാർ തരുന്ന ലഘുലേഖകളിൽ പുസ്തകങ്ങളിൽ അഡ്രസ് ഉണ്ട്, ടെലിഫോൺ നമ്പറുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം. അത് തൊട്ടടുത്ത് ദൈവദാസന്മാരുണ്ട്, ദൈവസഭകളുണ്ട്. നിങ്ങൾക്ക് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. പല മാർഗങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനുണ്ട്. സമയത്തിന്റെ പരിമിതികൾ കൊണ്ട്, സന്ധ്യാസമയമായതുകൊണ്ട് വാക്കുകളെ ഞാൻ പിടിച്ചു നിർത്തുകയില്ല. പക്ഷേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് കൊച്ചുകാമാശയുടെ സന്ദേശം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലൊരു മരണമുണ്ട്, പക്ഷെ ഒരു ന്യായവിധിയുണ്ട്. അപ്പൊ യേശുക്രിസ്തു മനുഷ്യന്റെ മരണത്തെ നീക്കുവാൻ, പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കുവാൻ വേഗത്തിൽ കടന്നു വന്നു. യേശുവിന്റെ കാൽവരി യാഗം നമ്മുടെ പാപത്തിന്റെ പരിഹാരമായിരുന്നുവെങ്കിൽ പാപത്തെ ഏറ്റുപറഞ്ഞ് മനസ്സാർന്നപ്പെടുന്ന ഒരു മനുഷ്യന് മരണശേഷം ഒരു നിത്യജീവനുണ്ട്. അത് കർത്താവിനോട് കൂടെയാണെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുവാനിടയായി തീരുന്നു. അങ്ങനെയെങ്കിൽ ആ ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ട് എന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാൻ കഴിയുമോ? നിങ്ങളെ ഏത് വിശ്വാസത്തിലിരിക്കുന്ന വ്യക്തിയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ദൈവവും ചോദിക്കുന്നില്ല. പക്ഷേ ഒരു നിമിഷം നിങ്ങൾ അതിർക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ, കടയിലാണോ, റോഡ് സൈഡിലാണോ, വാഹനങ്ങളിലാണോ, വീട്ടിലാണോ, ജോലി സ്ഥലത്താണോ, എവിടെയാണെങ്കിലും അതെ നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ, ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു നിമിഷം നിങ്ങൾക്ക് ദൈവത്തിനെതിൽ ഒന്ന് ചോദന ചെയ്യാമോ? ഇന്ന് നാം മരിച്ചാൽ ആ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവത്തോട് നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാ. നമ്മുടെ കരം വിശുദ്ധമായിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. ആ വെളിച്ചമായ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിച്ചിട്ടുണ്ട്. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 1:12 ഇങ്ങനെ വായിക്കുന്നു, ആ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടേണ്ടതിന് ഈ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യന് മരണത്തിൽ നിന്നും വിമോചനമുണ്ട്, പാപത്തിൽ നിന്നും വിമോചനമുണ്ട്, നിത്യസമാധാനവും നിത്യരക്ഷയുമുണ്ട്. ഈ കൊച്ചു കാമാക്ഷിയിൽ എത്ര പേർക്ക് സമാധാനം വേണം, എത്ര പേർക്ക് നിത്യരക്ഷ വേണം. ഒരു വില പോലെ നിങ്ങൾ കൊടുക്കണ്ട, അത് ദീർഘയാത്ര നിങ്ങൾ ചെയ്യണ്ട. അത് പൊന്നും വെള്ളിയും ദൈവം ചോദിക്കുന്നില്ല. നിങ്ങളുടെ കർമ്മ ആചാര അനുഷ്ഠാനങ്ങളൊന്നും ദൈവം ചോദിക്കുന്നില്ല. നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ ഹൃദയം ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യൻ, എന്റെ പാപമാണ് എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് ഞാൻ അറിയുന്നു. എന്റെ പാപം എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. ആ കാൽവരിയിൽ അങ്ങ് ചൊരിഞ്ഞ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ. യേശുവേ, ആ മരണശേഷമുള്ള ആ ശിക്ഷാവിധി മോചനം പ്രാപിക്കുവാൻ എന്റെ പേരും ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. യേശുവേ, എന്റെ പാപം ഞാനിപ്പോൾ ഉപേക്ഷിക്കുന്നു. അങ്ങേ ഞാൻ എന്റെ കർത്താവും എന്റെ ദൈവവും എന്റെ രക്ഷകനുമായി ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുകയാണ്. യേശുവേ, എന്റെ രക്ഷകനായ എന്റെ ഹൃദയത്തിൽ അങ്ങ് കടന്നു വരണമേ. ഈ ഭൂമിയിൽ സമാധാനമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, മരണശേഷമുള്ള നിത്യമായ സ്വർഗത്തിലെത്തിച്ചേരുവാൻ എന്നെ സഹായിക്കണം. കർത്താവ് നല്ലൊരു സ്വഭാവത്തിന് ഉടമയായിട്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. മദ്യമോ മയക്കുമരുന്നോ ലഹരികളോ ഒക്കെ എന്നെ തകർക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുവാൻ തയ്യാറാകുന്നു. ദൈവകരങ്ങളിൽ എന്നെ സമർപ്പിക്കുന്നു. എന്റെ പാപമെല്ലാം എന്നോട് ക്ഷമിക്കണമേ. നിങ്ങൾ ആരെങ്കിലും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചെങ്കിൽ ദൈവം നിശ്ചയമായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശാരീരികമായ രോഗത്താൽ ഭാരപ്പെടുന്നവരാണോ, നിങ്ങളുടെ സാമ്പത്തികമായ പ്രശ്നത്താൽ ഭാരപ്പെടുന്നവരാണോ, സമൂഹത്തിൽ നിങ്ങൾ നിരാശ അനുഭവിക്കുന്നവരാണോ,
അസമാധാനത്തിൽ കടന്നു പോകുന്നവരാണോ? നിങ്ങൾ യേശു വിളിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അത് ലോകം തരുന്നത് പോലെയല്ല. മദ്യമോ മയക്കുമരുന്നോ കൂട്ടുകാരോ സിനിമാശാലകളോ ലഹരികളോ മറ്റൊന്നും തരുന്നത് പോലെയല്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ. അതെ, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മടിച്ചു നിൽക്കണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് കടന്നു വരൂ. യേശു നിങ്ങളെ വിളിക്കുന്നു. അല്ല, നിങ്ങൾക്ക് മടിയാണ്, ഭയമാണെങ്കിൽ നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് ഒരു വാക്ക് ദൈവത്തോട് അത് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.